എല്ലാ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് ഒരു നിർബന്ധമില്ല അല്ലേ. ഇത് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ബോഡി പെയിൻ, അതുപോലെ തന്നെ ഒരു ചെറിയ തലവേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം കിച്ചണിലെ പരിപാടികളൊക്കെ തീർത്താൽ നമുക്ക് വേഗം പോയിട്ടൊന്ന് ഫ്രഷൊക്കെ ആയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എനിക്ക് ദോശയുടെ ബാറ്റർ റെഡിയാക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചു. ഇവിടെ ഇനിയും കുറച്ച് പേരും കൂടി ഉണ്ട് കേട്ടോ. ഇനിയും കുറച്ച് കഥാപാത്രങ്ങളും കൂടി ഉണ്ട്. എൻ്റെ ഇൻലോസിൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ പപ്പയും മമ്മിയും ഉണ്ട് ഇവിടെ. പിന്നെ മമ്മിയുടെ അമ്മയും കൂടിയും ഇടയ്ക്ക് വിസിറ്റ് ഇവിടെ നിൽക്കാൻ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ ബേബി അവിടെ കിച്ചണിൽ കളിക്കുന്നുണ്ട്. അവനെ ഇഷ്ടം അവിടെ കളിക്കാനാണ്. അപ്പോൾ എനിക്കൊന്ന് ശ്രദ്ധിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ ഉണ്ട് കേട്ടോ ആൾ. അപ്പോൾ ഞാൻ വേഗം ദോശയുടെ ബാറ്റർ 2-3 പ്രാവശ്യമായിട്ടത് ചെയ്തെടുത്തു. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്ന പോലെ അരിയും ഉഴുന്നും കുതിർത്ത് വെച്ചിട്ട് നമ്മൾ ഒരു സ്പൂൺ ഉലുവയും കുതിർത്തും പിന്നെ ഒരു പിടി ചോറും കൂടി ചേർത്തരയ്ക്കുന്നത് ഈസി. നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന സ്റ്റെപ്സ് തന്നെ ഞാനും ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ബാറ്ററൊക്കെ ഒന്ന് കലക്കി വെച്ചിട്ട് വേണം എനിക്ക് പോയിട്ട് അവനെ എനിക്കുള്ള ഫുഡ് കഴിക്കാനുണ്ട്. അപ്പം ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിക്കും, നേരത്തെ ഫുഡ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇവനെ ചിലപ്പോൾ ഉറങ്ങുന്ന സമയമൊക്കെയാണെങ്കിൽ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാക്സിമം ഒരുമിച്ച് ഫുഡ് കഴിക്കും. പിന്നെ അവനുള്ളത് എഗ്ഗാണ് കേട്ടോ. അപ്പോൾ സ്ക്രാമ്പിൾ ചെയ്യാണ്ട് ഒന്ന് സ്റ്റീം ചെയ്തിട്ടാണ് ഇന്ന് അവന് എഗ്ഗ് കൊടുത്തത്. അതിൽ കുറച്ച് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിന്ന് മീൻകറിയും ചമ്മന്തിയും ചോറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫുഡ് കഴിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. ഒന്നെങ്കിൽ അവനെ സ്പൂണിൽ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ സ്പൂണിൽ കഴിക്കും. അപ്പോൾ അങ്ങനെ മാറി മാറി അങ്ങനെ കഴിക്കുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും മുഖമൊക്കെ കഴുകി ഇനി അവനെ കുറച്ച് നേരം കളിക്കുക വെച്ച്, അല്ലെങ്കിൽ ഇനി പെട്ടെന്ന് ഉറക്കി അവനെ വയറൊക്കെ അങ്ങനെ ഫില്ലായിട്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ. ഇപ്പോൾ ഒരു 7:30 ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വേഗം കളിയൊക്കെ നിർത്തി ഞങ്ങൾ പ്രയറിന് പോയി. അപ്പോൾ വേഗം കളിച്ചു. ആ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ഹാപ്പിയാണ്. അവനെ എടുക്കാനുള്ള എല്ലാ ഉദ്ദേശത്തോടും കൂടിയിട്ടാണ് അവൻ ഇരിക്കുന്നത്. അവനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കണം, എടുക്കുക എന്നുള്ള ഓടിയിടലൊക്കെയാണ്. അപ്പോൾ ഞാൻ വേഗം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവനെ കുളിപ്പിച്ചെടുത്തു കേട്ടോ. അവനെ വേഗം കുളിപ്പിച്ചു. അവന് ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അവനെ കുളിപ്പിച്ച് മിടുക്കനാക്കാൻ പോവുകയാണ്. അവനെ ഇഷ്ടമാണ് ഇങ്ങനെ മിററിലൊക്കെ നോക്കി ചെയ്യാൻ. അപ്പോൾ അവനെ ഉറക്കം വരുന്നുണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ തിരുമ്മി നിൽക്കാട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അവനെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് മുടിയൊക്കെ ഈരി. എൻ്റെ ഫേവററ്റ് ഹെയർ സ്റ്റൈലാണ് കേട്ടത്. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈരി വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവന് ഇപ്പോൾ പുതിയൊരു ശീലമാണ് കേട്ടോ. 4 പല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കടിക്കാൻ വേണ്ടി ശ്രമിക്കും. കുറച്ച് നേരം കൂടി ഇനി കളിക്കുമെന്ന് പ്രതീക്ഷിച്ച് അവൻ തന്നെ അവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവൻ തന്നെ കളിക്കും. നമ്മളവിടെ ഇരിക്കണം എന്ന് മാത്രം, നമ്മൾ പോകാനൊന്നും പാടില്ല. അവൻ എപ്പോഴും നമ്മുടെ ഒരു പ്രസൻസ് അവിടെ വേണം. അപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കും. നീന്തലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഒരു 10 മണിയായപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ പരിപാടി, ഉറങ്ങാനുള്ള ശ്രമം. എപ്പോഴെങ്കിലും ഉറങ്ങുമായിരിക്കും. ഞാൻ അവനെ എടുത്തും കെടുത്തും നടന്നിട്ടൊക്കെ ആയിട്ട് ഞാൻ ഉറക്കുക. അവനെ ഉറക്കുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. ചിലപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ചില ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര പാട്ടാണ്. പിന്നെ അവന് ഒരു പാട്ടുണ്ട്, താറാവിൻ്റെ പാട്ടൊക്കെ വെച്ച് അവൻ ഉറങ്ങേണ്ടതാണ്. പക്ഷെ അവന് അങ്ങനെ ഉറങ്ങാനായിട്ട് പറ്റണില്ല. എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവാം, കുട്ടികളെല്ലാം പറയാറില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ബുദ്ധിമുട്ടിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഉറക്കം കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ഞാൻ ഏറ്റവും കൂടുതൽ പണ്ട് എൻജോയ് ചെയ്തിരുന്നൊരു കാര്യമായിരുന്നു എൻ്റെ ഉറക്കം. അതാണിന്ന് എൻ്റെ ഏറ്റവും വലിയ മെഡിസിൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു അമ്മയായതിന് ശേഷം എനിക്കതൊക്കെ നഷ്ടപ്പെട്ടുവെങ്കിലും ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികളും ബോഡി പെയിൻ, ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അവൻ്റെ ഒരു പുഞ്ചിരിക്കുന്ന മുഖം അതെനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ പണ്ട് പറയായിരുന്നു, നമുക്ക് എത്ര വേദന ഉണ്ടെങ്കിലും അവർ ചിരിക്കുന്നത്, അവരെ കളിയൊക്കെ കണ്ടാൽ നമുക്കെല്ലാം സന്തോഷമായിട്ട് മാറുന്നു. ശരിയാണ് കേട്ടോ, വളരെയധികം ശരിയാണ്. ഇതിപ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു അർത്ഥം എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവൻ കിടന്ന് ഉറങ്ങി. കിച്ചണൊക്കെ ഞാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി. അതൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ്, ഒരു നീറ്റായിട്ടുള്ളൊരു കിച്ചണിലേക്ക് നമ്മൾ ചെല്ലുക എന്നുള്ളത്. അപ്പം നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് ഫ്രഷനപ്പ് ആവണം, അത്ര ഒരു പരിപാടികളേ ഉള്ളൂ. പിന്നെ എനിക്ക് വേണമെങ്കിൽ കുറച്ച് നേരം മീ ടൈം എൻജോയ് ചെയ്യാം. ആൾ സൈഡിൽ കിടന്നിട്ട് ഉറങ്ങണ്ട കേട്ടോ, കണ്ടോ. അപ്പോൾ പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇനി കുറച്ച് നേരം ഒന്ന് അങ്ങനെ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.